ഹലോ ആൻഡ് ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വീണ്ടും ടാരിഫിന്റെ ഭീഷണിയുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ സംബന്ധിച്ചാണ്. വീണ്ടും അത് പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്ന നയം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ടാരിഫ് അല്ലെങ്കിൽ ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ളൊരു ഭീഷണിയുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം അത് നമുക്കറിയാം, കുറെ കാലമായിട്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ ഈ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടാരിഫ് ഓൾറെഡി 25% നമുക്കെതിരെ കൂട്ടി 50% ടാരിഫ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്ന ഇതിനെക്കുറിച്ച് ഉടനെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിലാണ് ടാരിഫ് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വെനസ്വേലയിലെ പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ അറിഞ്ഞതാണ്. അതിന് ശേഷം ഉള്ള സംഭവവികാസങ്ങളിൽ ആഗോള എണ്ണ വിപണിയിൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്രൂഡിൻ്റെ വിലയൊന്നും കൂടിയിട്ടില്ല, പ്രതീക്ഷിച്ചതുപോലെ കൂടിയിട്ടില്ല. ലോകരാജ്യങ്ങൾ വളരെ മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് അതിന്. ഈ അമേരിക്കയുടെ വെനസ്വേലയിലുള്ള അവരുടെ മിലിറ്ററി സൈനികരമായിട്ടുള്ള ഇടപെടലിനെ ചില രാജ്യങ്ങൾ, നമുക്കറിയാം അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റു ചില രാജ്യങ്ങൾ അതിനെ എതിർക്കുകയൊക്കെ ചെയ്തു. ചൈന, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അതിനെ എതിർത്ത് സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രംപ് തീർച്ചയായിട്ടും ഈ എണ്ണയുടെ വിഷയത്തിൽ വീണ്ടും ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇന്ത്യക്കെതിരെ പ്രത്യേകിച്ച്, അതായത് റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങുന്ന പരിപാടി ഉടനെ നിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ടാരിഫ് വീണ്ടും വർദ്ധിപ്പിക്കും എന്നുള്ളൊരു ഭീഷണിയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുള്ളത്, അതായത് അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ളത്. നിലവിൽ 50% തീരുവ ഇന്ത്യക്ക് മുകളിലുണ്ട്. അപ്പോൾ അതിനും ഉപരിയായിട്ട് അല്ലെങ്കിൽ അത് വീണ്ടും കൂട്ടാനുള്ള പരിപാടി ആണ് ട്രംപ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരു വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടോ നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. I don't think we'd have a European trade deal without the threat of tariffs. So if you want to end this conflict, they put pressure on Putin's customers. He sanctioned the two largest oil companies in Russia. പറഞ്ഞാൽ ഈ റഷ്യ യുക്രൈൻ യുദ്ധം Anybody's put on ഇതിൽ സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന്റെ മുകളിൽ കൂടുതൽ പ്രഷർ, സമ്മർദ്ദം ചെലുത്തണമെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. for buying Russian oil. I was at the Indian ambassador's house about a month ago, and all he wanted to talk about is how they're buying less Russian oil. Would you tell the president to relieve the tariff? This stuff works. So I'm hoping we'll bring the bill up, and it's from 0 to 500. He picks the number. Nobody else does. But if you're buying cheap Russian oil, keeping Putin's war machine going, we're trying to give the president the ability to make that a hard choice by tariffs. I really do believe that what he did with India is the chief reason India is now buying substantially less Russian oil. So I hope we pass this bill soon. And after this, They wanted to make me happy, basically. He wanted to. Modi's a very good man. yeah, He's a good guy. He knew I was, and it was important to make me happy. They do trade, and we could raise tariffs on them very quickly, and it'd be people are very afraid bad. of it. All I say, you told me you were very thrilled. And I'll tell you something: the Russian economy is lousy, but what's really lousy is the Venezuelan economy. The Venezuelan economy is, I think, the worst economy I've ever seen. If you look at inflation, things are doubling. It's a disaster. We got to fix the country fast. അപ്പം ഇതാണ് ട്രംപ് പറയുന്നത്. അപ്പം ഈ തീരുവ വർദ്ധിപ്പിക്കുന്ന കാര്യം ഇന്ത്യക്ക് ഒരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് വാഷിങ്ടണിൽ നടന്ന ഒരു പൊതു പരിപാടിയിൽ വെച്ചാണ് ട്രംപ് ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറ് വളരെ, എന്താ പറയുന്നത്, കൺസ്ട്രക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിനൊരു
ഫൈനലൈസേഷൻ ആയിട്ടില്ല. കാരണം ഇരു രാജ്യങ്ങൾക്ക് നമുക്കറിയാം ഡിസഗ്രീഡ് ആയിട്ടുള്ള ഒത്തിരി മേഖലകളുണ്ട്. അപ്പോൾ അതിനകത്തിലൊക്കെ ഒരു സമവായത്തിലെത്താൻ അല്പം താമസം എടുക്കും. പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന ചില മേഖലകളാണ്. പ്രത്യേകിച്ച് ഈ ഡയറി പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ ഇതുപോലുള്ള ചില മേഖലകളിൽ അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇന്ത്യ അനുസരിക്കുക എന്ന് വെച്ചാൽ ഈ മാർക്കറ്റൊക്കെ ഇന്ത്യയുടെ അമേരിക്കൻ കോർപ്പറേഷന് തുറന്നു കൊടുക്കുക ഫ്രീ ആയിട്ട് എന്നുള്ളതാണ് ട്രംപിൻ്റെ എന്താണ് പറയുന്നത് ഡിമാൻഡ് എന്ന് പറഞ്ഞില്ല. അത് ഇന്ത്യ തീർച്ചയായിട്ടും അതിന് വഴങ്ങുന്നില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ വ്യാപാര കരാർ ഏഹ്, ഒരു ഫൈനലൈസ് ചെയ്യാൻ താമസമെടുക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എത്രയും വേഗം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു വ്യാപാര കരാർ അതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകും. പക്ഷേ അതുവരെ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ചില സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടാകുന്നത് ശരിക്കും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. കാരണം റഷ്യയിൽ നമ്മൾ ഓയിൽ വാങ്ങുന്നതിനെക്കുറിച്ച് അല്ല ശരിക്കും ട്രംപിൻ്റെ വിഷയം. ട്രംപ് ട്രംപ് സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ കോർപ്പറേഷൻസും അവരുടെ ഇഷ്ടമനുസരിച്ച് ഇന്ത്യയുടെ മാർക്കറ്റിനെ അവർക്ക് വിപണിയെ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഡിമാൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിന് പേരിന് വേണ്ടി റഷ്യയുടെ ഓയിലിൻ്റെ പേരിൽ ഇന്ത്യക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് മുകളിൽ ഈ പറഞ്ഞ ടാരിഫ് ഏർപ്പെടുത്തുവാനും. കാരണം നമുക്കറിയാം പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിലായാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പൊളിറ്റിക്സിലായാലും നമ്മൾ ബാഹ്യമായി കേൾക്കുന്ന വിഷയങ്ങളായിരിക്കത്തില്ല ശരിക്കുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയും തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നില്ല. കാരണം റഷ്യ അമേരിക്കയായിട്ടും കച്ചവടങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതല്ല ഈ ടാരിഫിൻ്റെ കാരണം. ശരിക്കും അമേരിക്കയും ട്രംപിൻ്റെ അമേരിക്കൻ ഭരണകൂടം സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ കോർപ്പറേഷൻസിന് വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ, നമ്മുടെ കാർഷിക, ഈ ഡയറി പ്രോഡക്ട്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷൻസിന് ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഫ്രീ ആയിട്ട് തുറന്നു കൊടുക്കുക എന്നുള്ളൊരു ഡിമാൻഡാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അതിന് ഇന്ത്യ വഴങ്ങുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇന്ത്യക്ക് മുകളിൽ ഈ ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ഭീഷണികളും ഒക്കെ ഇപ്പോൾ ട്രംപ് ഈ ഇമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷീരമേഖല ഉൾപ്പെടെ ചുരുക്കം ചില മേഖലകളിൽ കൂടി സമവായത്തിലെത്തിയാൽ ഇന്ത്യ US കരാർ യാഥാർത്ഥ്യമാകും. അപ്പോൾ അവിടെയാണ് തീർച്ചയായിട്ടും സമവായം അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിലെ എന്താണ് പറയുന്നത്, ഒരു ഈ സമവായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ടോട്ടലി മ്യൂച്വലായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ മ്യൂച്വലി പരസ്പര ധാരണയിലെത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. കാരണം ഇരു രാജ്യങ്ങൾക്കും കഴിയാത്തതിൻ്റെ ഒരു കാരണം അമേരിക്ക ഒത്തിരി എന്താണ് പറയുന്നത്, ഇന്ത്യയുടെ ഈ പറഞ്ഞ മേഖലകൾക്കൊക്കെ കൂടുതൽ ദോഷകരമാവുന്ന രീതിയിൽ അവരുടെ കോർപ്പറേറ്റ്സിൻ്റെ മാർക്കറ്റ്, നമ്മളുടെ വിപണി, ഇന്ത്യൻ സമ്പദ്ഘടന അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ടാണ്. പാലുൽപ്പന്നങ്ങൾക്ക്, ഡയറി പ്രോഡക്ട്സിൻ്റെ, ക്ഷീരമേഖല, അഗ്രികൾച്ചർ ഇതുപോലുള്ള മേഖലകൾ അമേരിക്കയുടെ കോർപ്പറേറ്റ്സിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ വിപണി തുറന്ന് നൽകണമെന്ന US-ൻ്റെ ആവശ്യം ആണ് ഇന്ത്യ അംഗീകരിക്കാതിരിക്കുന്നതും. അതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ചർച്ചയിൽ കല്ലുകടിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. അല്ല ഈ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ റഷ്യയായിട്ട് നമ്മൾ മറ്റേതെങ്കിലും രീതിയിലുള്ള സൈനികമായിട്ടുള്ള ഇടപാടുകൾ കൊണ്ടൊന്നുമല്ല തീർച്ചയായിട്ടും. അപ്പം ട്രംപ് ഈ പറഞ്ഞ എന്താ പറയുന്നത്, ഈ പ്രസിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരാമർശിക്കുന്നുണ്ട്, നമ്മൾ കേട്ടതാണ് അതിനകത്തിൽ. അപ്പം ട്രംപ് പറയുന്നത് ഞാൻ ഹാപ്പി അല്ലെന്ന് മോദിക്കറിയാം, അപ്പം എന്നെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് മോഡിയുടെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം എന്നെ പ്ലീസ് ചെയ്തില്ലെങ്കിൽ, എന്നെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് മുകളിൽ ഉയർന്ന ടാരിഫ് ഏർപ്പെടുത്താൻ അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയായിട്ട് ഇപ്പോഴും വ്യാപാരം നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ടാരിഫ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ആ ടാരിഫ് വർധന ഇന്ത്യക്ക് കൂടുതൽ ദോഷകരമായ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും എന്ന് ആണ് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്, അല്ല ഇതൊരു ത്രെട്ടാണ്. ത്രെട്ട് മീൻസ് നമുക്കറിയാം അവരുടെ ഒരു പ്രഷർ ടാക്റ്റിക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രഷർ ടാക്റ്റിക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപിനെ കൂടെ നിൽക്കുന്ന കോർപ്പറേറ്റ്സും പറയുന്ന രീതിയിൽ ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്പദ് മേഖല അവർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. അല്ല ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആയുധ വ്യാപാരങ്ങളോ ഒന്നും തന്നെ അല്ല
ട്രംപിൻ്റെ വിഷയം ഇത് മാത്രമാണ്. അപ്പോൾ ഇന്ത്യക്ക് മുകളിൽ ഇപ്പോൾ 50% ടാരിഫ് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ ടാരിഫിന് ശേഷവും നമുക്ക് അമേരിക്കൻ വിപണിയെ കാര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും എന്നുവെച്ചാൽ തീർച്ചയായിട്ടും ടാരിഫ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിലോട്ടുള്ള എക്സ്പോർട്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ടും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യ തീർച്ചയായിട്ടും ചില എന്താണ് പറയുന്നത് ലോജിക്കലായിട്ടുള്ള മറ്റു ചില ഈ ഓൾട്ടർനേറ്റീവായിട്ടുള്ള സംവിധാനങ്ങളിൽ കൂടി മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നമുക്ക് വിജയകരമായിട്ട് അത് നേടിയെടുക്കാൻ സാധിച്ചതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി അമേരിക്കൻ വിപണി നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള പ്രതിസന്ധി നമുക്ക് മറികടക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. അമേരിക്കൻ മാർക്കറ്റിലേക്കുള്ള എക്സ്പോർട്ട് നമുക്ക് കുറവായിട്ടുണ്ടെങ്കിലും പൊതുവെയുള്ള ഇന്ത്യയുടെ എക്സ്പോർട്ട് നവംബറിലെയും ഒക്കെ തന്നെ ഇന്ത്യൻ എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് നമുക്ക് ഫലപ്രദമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റിലെ ആ ഒരു പ്രതിസന്ധി നമുക്ക് തൽക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വസ്ത്രത്തിൻ്റെ കയറ്റുമതിയില്ല, അതായത് നമ്മുടെ ഈ എന്താണ് പറയുന്നത് ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൻ്റെ മേഖലയിൽ ഇപ്പോഴും കാര്യമായിട്ടുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ള മേഖലകളൊക്കെ തന്നെ ഇപ്പം ഇലക്ട്രോണിക്സ്, നമ്മുടെ മൊബൈൽ ഫോൺ അതുപോലുള്ള പ്രോഡക്ട്സിൻ്റെയും മറ്റു പല പ്രോഡക്ട്സിൻ്റെ ഒക്കെ തന്നെ എക്സ്പോർട്ടുകൾ കാര്യമായി കൂടുകയും നമുക്ക് തീർച്ചയായിട്ടും ഈ അമേരിക്കൻ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവ് പരിഹരിക്കുവാൻ നമുക്ക് മറ്റു മാർക്കറ്റുകളിൽ കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും എന്നും പറഞ്ഞ് നമുക്ക് അമേരിക്കൻ മാർക്കറ്റിനെയോ അല്ലെങ്കിൽ അമേരിക്കയിലായിട്ടുള്ള കാരണം അമേരിക്ക നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് പാർട്ണറാണ്. നമുക്ക് അമേരിക്കയുമായിട്ട് ട്രേഡ് സർപ്ലസും ഉണ്ട്. അതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ വിഷയം. ഇന്ത്യക്ക് അമേരിക്കയായിട്ടുള്ള ട്രേഡ് സർപ്ലസ് ഉള്ളതോ അല്ലെങ്കിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതോ ഒന്നുമല്ല ട്രംപിൻ്റെ വിഷയം. ട്രംപ് പറയുന്ന കോർപ്പറേറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന മേഖലകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അവർക്ക് തുറന്നു കൊടുക്കുക, അതിൽ വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ഈ ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ട്രേഡ് ഫ്രീ അല്ല. ഫ്രീ ട്രേഡ് സ്വതന്ത്ര വ്യാപാര കരാറിൽ കൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമാണെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. ചില രാജ്യങ്ങൾക്ക് ഗുണകരമാകും, ചില രാജ്യങ്ങൾക്ക് അത് ദോഷകരമായിട്ട് ഭവിക്കും. കാരണം ഇപ്പം മാനുഫാക്ചറിങ്ങിൽ വളരെ മുൻപിൽ നിൽക്കുന്ന ചൈന ഏതെങ്കിലും രാജ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ആസിയാൻ, അപ്പോൾ ആസിയാൻ രാജ്യങ്ങൾ തമ്മിലൊരു ഫ്രീ ട്രേഡ് ഉണ്ടെങ്കിൽ അതിനകത്തിൽ ഏറ്റവും വമ്പനായിട്ടുള്ള ചൈനയ്ക്ക് വലിയ പരിക്കുകളൊന്നും പറ്റാൻ സാധ്യതയില്ല. കാരണം ചൈന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്ട്സും മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ടും വൻതോതിൽ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും മറ്റു രാജ്യങ്ങൾക്കാണ് അത് കൂടുതൽ ദോഷകരമായിട്ട് ഭവിക്കാനുള്ള അല്ലെങ്കിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഇന്ത്യയെ പോലൊരു രാജ്യം ഈ പറഞ്ഞ ചൈനയുമായിട്ട് ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ചൈന ഉൾപ്പെടുന്ന ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് നേഷൻ, നമ്മൾ ഈ പറഞ്ഞ ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു രീതിയിൽ ഫ്രീ ട്രേഡിൽ ഏർപ്പെടുകയാണെങ്കിൽ ചൈനയിൽ നിന്ന് നമുക്ക് വൻതോതിലുള്ള ഭീഷണികൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. പല സെക്ടറിലും ഓൾറെഡി ഫ്രീ ട്രേഡ് ഇല്ലാഞ്ഞിട്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡിൽ നമ്മളുടെ സമ്പദ് രംഗത്ത് അല്ലെങ്കിൽ സമ്പദ് മേഖലയിലെ പല മേഖലകളും വളരെയധികം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ തന്നെ ഗുണം ചെയ്യണമെന്നില്ല. പക്ഷേ ചില മേഖലകൾ ചില രാജ്യങ്ങൾക്ക്, ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഇന്ത്യക്ക് ചില മേഖലകളിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടാകാം, അമേരിക്കയ്ക്ക് ചില മേഖലകളിൽ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകാം. കാരണം എല്ലാ സെക്ടറിലും എല്ലാ രാജ്യങ്ങളും ഒരുപോലെ തന്നെ അവർക്ക് എഫിഷ്യൻസിയോ അല്ലെങ്കിൽ കോമ്പിറ്റൻസിയോ ഒന്നും കാണത്തില്ല. ഇപ്പോൾ ഇന്ത്യ ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്യുന്ന പോലെ തിരിച്ച് അമേരിക്കയിൽ അങ്ങനെ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ടെക്സ്റ്റൈൽ മേഖല വരുമ്പോൾ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിനെ കൂടുതൽ ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ കുറഞ്ഞ ടാരിഫിൽ നമുക്ക് ഇന്ത്യൻ ടെക്സ്റ്റൈൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്ലോത്തിങ് നമുക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് നമുക്ക് ഈ എക്സ്പോർട്ട് ചെയ്യാനും കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് ഡോമിനൻസ് ഉള്ള ഏതെങ്കിലും മേഖലകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ടറിൽ അവരുടെ ബിസിനസ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യൻ വിപണി കരസ്ഥമാക്കുവാൻ വേണ്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി അവർ തീർച്ചയായിട്ടും ഇന്ത്യയെ
പ്രഷർ ചെയ്യുകയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഈ ഡയറി പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ, പിന്നെ മിൽക്ക് പ്രോഡക്ട്സ് ഇതുപോലുള്ള മേഖലകളൊക്കെ തന്നെ അമേരിക്കൻ കോർപ്പറേറ്റ്സിനെ ഇന്ത്യൻ വിപണി വളരെ ഫ്രീ ആയിട്ട് തുറന്നു കൊടുക്കണം എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന്, അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ഈ ടാരിഫിൻ്റെ ഭീഷണിയും മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഇപ്പോഴും, എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സംഭാഷണങ്ങൾ, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഈ കരാറിലേക്കുള്ള ഒരു ഡിസ്കഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ ഒരു തീർപ്പുകൽപ്പ് അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഇതുവരെ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുപ്രധാനമായിട്ടുള്ള ചില മേഖലകൾ സംബന്ധിച്ചുള്ള ചില സമവായത്തിലെത്താൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അത് അമേരിക്കയുടെ ആ ഒരു സമ്മർദ്ദത്തിന് ഇന്ത്യ ഇതുവരെ വഴങ്ങിക്കൊടുത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് അതിനകത്തിൽ ഈ പറഞ്ഞൊരു എന്താണ് പറയുന്നത്, ഒരു ധാരണയിലെത്തുവാൻ ഇതുവരെ ഈ രാജ്യങ്ങൾക്കും കഴിയാത്തത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ട്രംപ് ഈ ഭീഷണി മുഴക്കുന്നത്. അത് റഷ്യയുടെ ഓയിലിൻ്റെ പേരും പറഞ്ഞ് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ലോകരാജ്യങ്ങളോട് തുറന്നു പറയാൻ പറ്റത്തില്ലല്ലോ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കോർപ്പറേറ്റ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് ഏഹ്, അവർക്ക് സുഗമമായിട്ട് സ്വതന്ത്രമായിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ ഗവൺമെൻറ് അവരുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക രംഗം അല്ലെങ്കിൽ അവരുടെ വിപണി ഞങ്ങൾക്ക് തുറന്നു തരുന്നില്ല. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇന്ത്യക്ക് മുകളിൽ ടാരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സത്യം ഒരിക്കലും ഒരിടത്തും നമുക്ക് ഈ ആ, പറഞ്ഞു കേൾക്കാറില്ലല്ലോ, പൊളിറ്റിക്സിലും ജിയോ പൊളിറ്റിക്സിലും ഒന്നും തന്നെ അങ്ങനെ. അപ്പോൾ സത്യത്തെ മറയ്ക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള റീസൺസ് ആയിരിക്കും എവിടെയും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇപ്പം അവർ വെനിസുലയെ ആക്രമിച്ചത് എന്തിൻ്റെ പേരിലാണ്? നർക്കോ ടെററിസത്തിൻ്റെ പേരിലാണ്. പക്ഷേ അതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെനിസുലയെ ആക്രമിക്കുവാനും അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുക, അവിടുത്തെ ഭരണത്തിൻ്റെ അട്ടിമറി നടത്തുവാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഓരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഓരോ സംഭവവികാസത്തിലും നമ്മൾ പുറമേ കേൾക്കുന്ന ഒരു കാരണമായിരിക്കത്തില്ല അതിൻ്റെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കാരണം. അതിൻ്റെ പിന്നിൽ വേറെ ഒരു സത്യം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ലോകരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന നയ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ കാണുന്ന, പൊതുവെ കാണുന്ന എന്ന് പറയുന്നത് ഈ ജിയോ പൊളിറ്റിക്കൽ ഈവൻസ് എല്ലാം തന്നെ. അത് ജിയോ പൊളിറ്റിക്സ് എന്നല്ല, ഏത് പൊളിറ്റിക്സിലായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മളെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലും അങ്ങനെ തന്നെയാണ്. പുറമേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന കാരണമായിരിക്കത്തില്ല ഒരിക്കലും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നതിൽ. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ആ പ്രത്യേക ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു വിഷയത്തെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്താൽ മാത്രമേ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുപോലെ ഇവിടെ നമുക്ക് ട്രംപ് ഇന്ത്യക്ക് മുകളിൽ ഈ ടാരിഫ് ഏർപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നതല്ല, അല്ലെങ്കിൽ റഷ്യ ഇന്ത്യ ആയിട്ടുള്ള സൈനികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള കച്ചവടങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളൊന്നുമല്ല, മറിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വിപണി സ്വതന്ത്രമായി തുറന്നു കൊടുക്കുക എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിലാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ട്രംപ് ഈ സമ്മർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ടാരിഫിൻ്റെയൊക്കെ ഭീഷണി, സമ്മർദ്ദവും അല്ലെങ്കിൽ ടാരിഫിൻ്റെ ഭീഷണിയൊക്കെ ഈ എന്താണ് സ്ഥിരമായിട്ട് ഒരിക്കൽ പറയും. കാരണം അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൃത്യമായിട്ട് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. കാരണം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു കുറേ കുറേ ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ആ, ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉറപ്പ് കൊടുത്തു ഇനി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കത്തില്ല എന്നുള്ളത്. പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള നമ്മളുടെ ഗവൺമെൻറ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ എനർജി പൊളിറ്റിക്സിൽ എവിടെ നമുക്ക് ചീപ്പായിട്ടുള്ള ഓയിൽ അല്ലെങ്കിൽ എനർജി നമുക്ക് ലഭിക്കുന്നോ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അത് റഷ്യയിൽ നിന്ന് നമുക്കിപ്പോൾ ചീപ്പായിട്ടുള്ള ഓയിൽ എനർജി ലഭിക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു. നാളെ സൗദി ഇതിലും ചീപ്പായിട്ട് നമുക്ക് ഓയിലും എനർജിയും തരുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സൗദിയിൽ നിന്ന് വാങ്ങിക്കും. ഇന്ത്യയുടെ പോളിസി അത്രയേ ഉള്ളൂ. അല്ല റഷ്യയുടെ നമുക്ക് പ്രത്യേകിച്ച് വലിയ എന്താണ്, റഷ്യയിൽ നിന്ന് മാത്രമേ നമ്മൾ എണ്ണ വാങ്ങിക്കൂ അങ്ങനെയൊന്നുമില്ല. അവിടെ നിന്ന് നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ അല്ലെങ്കിൽ ചീപ്പായിട്ട് നമുക്ക് എനർജി ലഭിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് തീർച്ചയായിട്ടും അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു ഫേവറബിൾ ആണ്. കാരണം നമ്മൾ 80% മേളിൽ ക്രൂഡ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിന് നമുക്ക് തീർച്ചയായിട്ടും ഇല്ല, നമ്മളിപ്പോൾ ഒരു മാസ് കൺസംഷൻ ഉള്ള ഇപ്പോൾ ഒരു ബിസിനസ് തന്നെ അവരുടെ റോ മെറ്റീരിയൽ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ അവർ മേടിക്കുന്നത് എവിടെ നിന്നായിരിക്കും? അവർ മേടിക്കുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള, അവർക്ക് ചീപ്പ് എന്ന് മീൻസ് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തല്ല, ഏറ്റവും ചീപ്പ് പ്രൈസിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൈസിൽ അവർക്ക് റോ മെറ്റീരിയൽ കിട്ടുന്ന ഒരു സ്ഥലത്തു നിന്നായിരിക്കും റോ മെറ്റീരിയൽ മേടിക്കുന്നത്. അതുപോലെയുള്ള ഇന്ത്യ
ഈ ഇന്ത്യയുടെ എനർജി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് അമേരിക്കയ്ക്കും അറിയാം, എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. പക്ഷേ ഇവിടുത്തെ പ്രധാന കാരണം റഷ്യൻ ഓയിലോ അല്ലെങ്കിൽ റഷ്യയായിട്ടുള്ള ബന്ധമൊന്നുമല്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചൈന റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ടോ എന്നല്ല. ഈ യുക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ യുദ്ധം തുടരുന്നതും അത് നിലനിൽക്കുന്നതും. റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ യുദ്ധം നിൽക്കണമെന്ന് അമേരിക്ക പ്ലസ് യൂറോപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ അന്നേരം ആ യുദ്ധം നിൽക്കും എന്നുള്ളത് അമേരിക്കയ്ക്കും ട്രംപിനും പുട്ടിനും ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ അറിയുന്ന കാര്യമാണ്. അല്ല റഷ്യയിൽ നിന്ന് ഇന്ത്യയും ചൈനയും വളരെ മാസീവായിട്ടുള്ള സ്കെയിലിൽ ഓയിൽ വാങ്ങിക്കുന്നുണ്ടല്ല എന്നാണ് നമുക്ക് ട്രംപിൻ്റെ ഈ പറഞ്ഞ ഭീഷണിയുടെയും അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെയും കാരണമെന്ന് പറയുന്ന ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ട്രംപ് തുറന്നുകൊണ്ടിരിക്കും. കാരണം ട്രംപ് വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അമേരിക്കൻ കോർപ്പറേറ്റ്സ് വിചാരിക്കുന്ന പോലെ ഇന്ത്യൻ വിപണി തുറന്നു കിട്ടുന്നവരെ അല്ലെങ്കിൽ തുറന്നു കിട്ടാൻ വേണ്ടി അവർ ഈ ഭീഷണിയുടെ സ്വരം ഇനിയും തുടരും എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ഇതിനൊന്നും കാര്യമായിട്ട് ഇതുവരെ ഗവനിക്കുകയോ അല്ലെങ്കിൽ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള വ്യാപാര കരാറിൻ്റെ ചർച്ചകൾ സജീവമാണ്. അത് നടന്നു, ക്രിയാത്മകമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞ ചില മേഖലകൾ മാത്രമാണ് ഇതുവരെ ഒരു സമവായത്തിലെത്താത്തത് അല്ലെങ്കിൽ ഒരു ധാരണയിലെത്താത്തത്. അതൊരു പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു പക്ഷേ തീർച്ചയായിട്ടും അതിനകത്തിലൊരു എന്താണ് പറയുന്നത്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയിലെത്താൻ സാധ്യതയുണ്ട്. അത് ഏത് രാജ്യത്തിന് ഏത് രീതിയിൽ ഗുണവും ദോഷമാണെന്നുള്ളത് അത് നമുക്കതിൻ്റെ പൂർണ്ണരൂപം പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.